Footsteps in the hallway creeping slow. A shadow flickers under the moon's glow. The air is thick, it's hard to breathe. What hides beneath these falling leaves? ഭൂമിയിൽ മനുഷ്യൻ സൃഷ്ടിച്ച സുന്ദര വസ്തുക്കളിൽ പ്രഥമ സ്ഥാനം അലങ്കരിച്ചുകൊണ്ട് നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന വെണ്ണക്കൽ ശില്പമായ താജ്മഹലിനു മുൻപിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഏറ്റവും വലിയ ശില്പി ദൈവം തന്നെ. ദൈവത്തിന്റെ സൗന്ദര്യഭാവങ്ങളിലേക്ക് ലയിച്ചു വിലയം പ്രാപിക്കുവാനുള്ള നിരന്തര പരിശ്രമങ്ങളിൽ ഏർപ്പെടുന്നവരെ നാം ശില്പികൾ, ചിത്രകാരന്മാർ, കലാകാരന്മാർ എന്നൊക്കെ വിളിച്ചു ആദരിക്കുന്നു. അളവറ്റ ദൈവാംശം മനസ്സിനുള്ളിൽ ആവാഹിച്ചെടുത്ത ഒരു ശില്പിക്ക് മാത്രമേ താജ്മഹൽ പോലുള്ള ഒരു സൗന്ദര്യ സൗധം മനസ്സിന്റെ മൂശയ്ക്കുള്ളിൽ മെനഞ്ഞെടുക്കാൻ ആവുകയുള്ളൂ. ഗൈഡിനോടൊപ്പം താജ്മഹൽ എന്ന അദ്ഭുത സൗധത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും ഞാൻ കറങ്ങി നടന്നു. മനപ്പാഠം പഠിച്ചു വച്ചിരിക്കുന്ന ധാരാളം താജ്മഹൽ വർണ്ണനകളും കഥകളും അയാൾ ഉരുവിട്ടുകൊണ്ടിരുന്നു. എന്നാൽ ഒരു ഛായാഗ്രാഹകൻ എന്ന നിലയിൽ ഞാൻ അറിയാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ അതൊന്നുമായിരുന്നില്ല. ഒരു ശില്പത്തിൽ വെളിച്ചം തട്ടി പ്രതിഫലിക്കുമ്പോൾ മാത്രമാണ് ആ ശില്പത്തെ നാം കാണുന്നത് തന്നെ. വെളിച്ചത്തിന്റെ വേറിട്ട പ്രതിഫലനങ്ങളിലൂടെ മാത്രമാണ് ശില്പസൗന്ദര്യത്തിന്റെ പൂർണ്ണരൂപം നമ്മുടെ കണ്ണുകൾക്ക് ആസ്വാദ്യകരമായി മാറുന്നത്. വെളിച്ചമില്ലെങ്കിൽ സൗന്ദര്യമില്ല, സൗന്ദര്യ ദർശനമില്ല, ആസ്വാദനവുമില്ല. ചന്ദ്രപ്രഭയിൽ കുളിച്ചു നിൽക്കുന്ന താജ്മഹലിന് കൈവരുന്ന ഒരു അലൗകിക ഭാവമുണ്ട്. എന്നാൽ സൂര്യപ്രഭ തട്ടുമ്പോൾ താജ്മഹലിന് കൈവരുന്ന ഭാവം മറ്റൊന്നാണ്. സൂര്യൻ ഉദിച്ചുയരുന്നതിന് തൊട്ടുമുൻപ് മുതൽ സൂര്യാസ്തമനം വരെ താജ്മഹലിൽ തട്ടി പ്രതിഫലിക്കുന്ന സൂര്യകിരണങ്ങൾ ആ ശില്പത്തിൽ ഉളവാക്കുന്ന ഭാവ വ്യത്യാസത്തെ നിരീക്ഷിച്ചു മനസ്സിലാക്കുന്നതിലാണ് ഒരു ഛായാഗ്രാഹകനെന്ന നിലയിൽ എന്റെ സൗന്ദര്യാസ്വാദനം നിലനിൽക്കുന്നത്. ഞാൻ താജ്മഹലിനെ നിരന്തരമായി നിരീക്ഷിക്കുവാനും ആസ്വദിക്കുവാനുമുള്ള തീരുമാനമെടുത്തു. എനിക്ക് അന്തിയുറങ്ങുവാൻ ഒരു സ്ഥലം വേണം. അത് താജ്മഹലിനു എത്രയും അടുത്തായാൽ അത്രയും നന്ന്. ഞാൻ എന്റെ ഗൈഡിനോട് കാര്യം പറഞ്ഞു. അധികം ദൂരത്തിലല്ലാത്ത ഗൈഡിന്റെ കുടിലിൽ ഒരു പേയിങ് ഗസ്റ്റ് ആയി വരാന്തയിൽ കിടന്നുകൊള്ളാൻ അയാൾ അനുവദിച്ചു. ഒരു കൽപ്പണിക്കാരനായ അയാളുടെ അച്ഛൻ ദൂരെയെവിടെയോ കെട്ടിടം പണിക്ക് പോയിരിക്കുകയാണ്. അയാളുടെ അമ്മയും മുത്തശ്ശനും മാത്രമാണ് അയാളോടൊപ്പമുള്ളത്. മുത്തശ്ശൻ സ്വാതന്ത്ര്യ സമരസേനാനിയാണെന്നു കൂടി കേട്ടപ്പോൾ ആ വീടിന്റെ വരാന്തയിൽ കിടക്കുന്നത് പോലും സുരക്ഷിതമായിരിക്കുമെന്ന് എനിക്ക് തോന്നി. ഗൈഡിന്റെ അമ്മ വിളമ്പിത്തന്ന ചപ്പാത്തിയും പരിപ്പും കഴിച്ച് ഉറങ്ങാനായി വരാന്തയിൽ പായ വിരിക്കുമ്പോൾ ആ പഴയ സ്വാതന്ത്ര്യ സമരസേനാനി എന്റെ അരികിലെത്തി കുശലങ്ങൾ ചോദിച്ചു തുടങ്ങി. താജ്മഹൽ കാണാൻ വന്നതാണല്ലേ? അതെ. നന്നായി കണ്ടു, പക്ഷേ നന്നായി കണ്ടില്ല, ഇനിയും കാണാം. താജ്മഹൽ അത്രക്ക് മനോഹരമാണ്. ആ ചോദ്യം എനിക്കു അത്ര രസിച്ചില്ല. ചോദ്യത്തിൽ ഒരു പരിഹാസധ്വനി ഉള്ളതുപോലെ തോന്നി. ജനിച്ച കാലം മുതൽ കാണുന്നതുകൊണ്ടായിരിക്കാം നിങ്ങൾ കാണുന്ന മനോഹരമായ ഈ കെട്ടിടം എനിക്കെത്ര മനോഹരമായി തോന്നാത്തത്. പിന്നെ ഞാനൊരു പഴയ മനുഷ്യനാണല്ലോ. ഭംഗിയിലും സൗന്ദര്യത്തിലുമൊന്നും ഒരു താല്പര്യവുമില്ലാത്ത പ്രായമാണെനിക്ക്. വൃദ്ധൻ അയാളുടെ ചോദ്യത്തിന് ഒരു വിശദീകരണം തന്നു. വൃദ്ധന്റെ സംസാരം ഒരു ശല്യമായി എനിക്ക് തോന്നിയെങ്കിലും അയാൾക്ക് അപ്രീതി തോന്നാത്ത മുഖഭാവത്തോടെ ഞാൻ ഭിത്തിയിൽ ചാരിയിരുന്നു. അല്പം കൂടി അടുത്തേക്ക് ചേർന്നിരുന്നുകൊണ്ട് അയാൾ എന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. താങ്കളെ കണ്ടിട്ട് ഒരു സത്യാന്വേഷി ആണെന്ന് തോന്നുന്നു. താങ്കളെപ്പോലെയുള്ളവരെ എനിക്ക് വലിയ ബഹുമാനമാണ്. അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താജ്മഹലിനെക്കുറിച്ചു അധികമാരും അറിയാത്ത കുറച്ചു കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. കേൾക്കണോ? പറയുകയാണെങ്കിൽ കേൾക്കാൻ വിരോധമില്ല. വലിയ താല്പര്യമൊന്നുമില്ലാതെയാണ് ഞാനത് പറഞ്ഞതെങ്കിലും വൃദ്ധനും അത് വലിയ പ്രോത്സാഹനമായി. വൃദ്ധൻ തുടർന്നു. എന്റെ പേരക്കുട്ടിയടക്കം എല്ലാ ഗൈഡുകളും
പറഞ്ഞു നടക്കുന്നതും സ്കൂളുകളിൽ പഠിപ്പിക്കുന്നതുമെല്ലാം വെള്ളക്കാർ പഠിപ്പിച്ചു കൊടുത്ത കള്ളങ്ങളും അർത്ഥസത്യങ്ങളും മാത്രമാണ്. താജ്മഹൽ മുംതാസിന്റെ സ്മാരകമാണെന്ന് അവർ പറയുന്നു. അങ്ങനെയെങ്കിൽ ഇതെങ്ങനെ താജ്മഹൽ ആകും? മുംതാസ് മഹൽ എന്നല്ലേ വിളിക്കേണ്ടത്? മുംതാസ് മഹൽ എന്നല്ലേ വിളിക്കേണ്ടത്? എന്റെ തലയ്ക്കുള്ളിൽ ഒരു ട്യൂബ് ലൈറ്റ് തെളിഞ്ഞു. ശരിയാണല്ലോ, മുംതാസിനു വേണ്ടി പണിത സ്മാരകം മുംതാസ് മഹൽ എന്നല്ലേ വിളിക്കപ്പെടേണ്ടത്? അതുവരെ അലസഭാവത്തിലിരുന്ന ഞാൻ വൃദ്ധന്റെ മുഖത്തേക്ക് കണ്ണും കാതും കോർപ്പിച്ചു. എന്റെ പ്രതികരണം വൃദ്ധന് കൂടുതൽ ഊർജം പകർന്നു. അയാൾ തുടർന്നു. ഷാജഹാൻ ചക്രവർത്തിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവസാനത്തെ ഭാര്യയായിരുന്നു താജ്. അവൾ ഒരു പാവപ്പെട്ട ഭടന്റെ മകളായിരുന്നു. സുന്ദരിയും സുശീലയുമായിരുന്ന അവളെ ചക്രവർത്തിക്ക് പ്രാണനായിരുന്നു. എന്നാൽ താജ് വരുന്നതിനു മുൻപ് ചക്രവർത്തി കൂടുതൽ സ്നേഹിച്ചിരുന്ന ഭാര്യയായിരുന്നു മുംതാസ്. താജിനോട് ചക്രവർത്തിക്ക് സ്നേഹം വർദ്ധിച്ചു വരുന്നതായും തന്നെ അവഗണിക്കുന്നതായും മുംതാസിന് തോന്നിത്തുടങ്ങി. നാൾക്കുനാൾ അവൾക്ക് താജിനോടുള്ള ദേഷ്യവും അസൂയും വർദ്ധിച്ചുകൊണ്ടിരുന്നു. പിന്നീടവൾക്കു താജിനെ കൊല്ലണമെന്ന് തോന്നിത്തുടങ്ങി. തക്കം പാർത്തിരുന്ന അവൾ കൗശലപൂർവം താജിനു വിഷം കൊടുത്തു കൊല്ലുകയായിരുന്നു. അന്നു മുതലാണ് ഷാജഹാൻ ചക്രവർത്തി ദുഃഖിതനായി മാറുന്നത്. മുംതാസിനെയും ചക്രവർത്തി ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ ഈ കൊടുംപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ച കരങ്ങൾ അവളുടേതാണെന്ന് മനസ്സിലാക്കിയ ചക്രവർത്തി ക്രമേണ അവളെ വെറുക്കാൻ തുടങ്ങി. തന്റെ പ്രിയപ്പെട്ട പ്രേമഭാജനമായ താജിന് ഒരു സ്മാരകം നിർമ്മിക്കണമെന്ന ചക്രവർത്തിയുടെ ആഗ്രഹം അദ്ദേഹം മറച്ചുവെച്ചില്ല. തരളിതഹൃദയനായ ഷാജഹാൻ ചക്രവർത്തിയുടെ ആർദ്രഹൃദയത്തെക്കുറിച്ചും പ്രണയവായ്പിനെക്കുറിച്ചും കേട്ടറിഞ്ഞ പ്രജകളും നാട്ടുരാജാക്കന്മാരും അദ്ദേഹത്തെ ഏതു വിധേനയും സഹായിക്കണമെന്ന് തീരുമാനിച്ചു. നാട്ടുരാജാക്കന്മാർ ദ്രവ്യം കൊണ്ട് ചക്രവർത്തിയെ സഹായിച്ചെങ്കിൽ പ്രജകൾ അവരുടെ അധ്വാനം കൊണ്ടാണ് സഹായിച്ചത്. പിന്നെ പറഞ്ഞു പ്രചരിപ്പിക്കുന്നത് പോലെ ഖജനാവിലെ പണം ധൂർത്തടിച്ചു ഭാര്യയ്ക്ക് സ്മാരകം തീർത്ത ഒരു ദുർനടപ്പുകാരനൊന്നുമായിരുന്നില്ല ഈ ഷാജഹാൻ. പ്രജകൾക്ക് ക്ഷേമവും ഐശ്വര്യവും സമാധാനവും ഉണ്ടായിരുന്ന ഷാജഹാന്റെ ഭരണകാലം മുഗൾ ഭരണത്തിലെ സുവർണ കാലഘട്ടം തന്നെയായിരുന്നു എന്നതാണ് സത്യം. യഥാ രാജ തഥാ പ്രജ എന്നാണല്ലോ പറയുന്നത്. അതെങ്ങനെയേ വരികയുള്ളൂ, അക്കാലത്തായാലും ഇക്കാലത്തായാലും. വൃദ്ധന്റെ കഥ ഇത്രയും കൊണ്ട് തീർന്നില്ല. അയാൾ വീണ്ടും തുടർന്നു. താജ്മഹലിന്റെ നിറം വെണ്ണക്കലിന്റെ വെളുപ്പാണെങ്കിൽ തൊട്ടടുത്തായി യമുനയുടെ മറുകരയിൽ ഒരു കറുത്ത സൗധം കൂടി പണിതുയർത്താനുള്ള പദ്ധതി ഷാജഹാൻ ഉണ്ടായിരുന്നത്രേ. ആ സൗധത്തിന് ഇടാൻ തീരുമാനിച്ചിരുന്ന പേരാണത്രേ മുംതാസ് മഹൽ. വെളുത്ത മനസ്സുള്ള താജ് ഇക്കരെയും കറുത്ത മനസ്സുള്ള മുംതാസ് അക്കരെയും പരസ്പരം നോക്കി നിൽക്കുന്നത് കാണാനുള്ള ഭാഗ്യം ആ പ്രണയ ചക്രവർത്തിക്കുണ്ടായില്ലത്രേ. വൃദ്ധന്റെ കഥ പറച്ചിൽ എനിക്കിഷ്ടപ്പെട്ടു. ഈ കഥ വിശ്വസിക്കണമെന്നോ വിശ്വസിക്കാതിരിക്കണമെന്നോ എനിക്ക് തോന്നിയില്ല. എന്നാൽ വിശ്വസിക്കാൻ തക്കവണ്ണമുള്ള ചില യുക്തികൾ ഈ കഥയിലുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നതിനു മുമ്പ് ഞാൻ വെറുതെ ചിന്തിച്ചു, ഒരു പക്ഷേ കഴിഞ്ഞ ജന്മത്തിൽ ഈ വൃദ്ധൻ തന്നെ ആയിരുന്നിരിക്കുമോ താജ് എന്ന ഷാജഹാൻ ചക്രവർത്തിയുടെ പ്രേമഭാജനത്തിന്റെ അച്ഛൻ. Thank you for watching. Stay tuned for the next episode. Goodbye.